അപ്പോൾ പ്രിൻസിപ്പലിനെ 5 വർഷത്തേക്ക് മാറ്റി നിർത്താമെന്ന് അവരുടെ അച്ഛൻ തന്നെ SFIക്കാർക്ക് എഴുതി കൊടുത്തു. പിന്നെ എന്താണ് പ്രശ്നം എന്നല്ലേ? പിന്നെ കൊടുത്തിട്ടുള്ള 13 ഏക്കർ ഭൂമിയുടെ സ്ഥിതിയാണ്. 13 ഏക്കറിലാണ് ഇപ്പോൾ കെട്ടണം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റും അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ കാരണം അന്ന് ഇവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. രക്ഷാധികാരികളുടെ കൂട്ടത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, ജഡ്ജിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരന്നൊരു പ്രോജക്റ്റൊക്കെ കൊടുത്തിരുന്നതാണ് എൻ്റെ അറിവ്. കേരള നിയമസഭയിൽ ഇതേ സംബന്ധിച്ച് നൽകിയിട്ടുള്ള അന്നത്തെ മന്ത്രി MN ഗോവിന്ദൻ നായരുടെ മറുപടി വളരെയേറെ പ്രസക്തമാണ്. ശ്രീ NI ദേവസ്വക്കുട്ടി, കോൺഗ്രസ് നേതാവായ NI ദേവസ്വക്കുട്ടിയുടെ ചോദ്യം. അന്നത്തെ MN ഗോവിന്ദൻ നായർ എന്നാൽ ഇന്നത്തെ കാനം രാജേന്ദ്രനായി വരും. എന്നുവെച്ചാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സാക്ഷാൽ MN ഗോവിന്ദൻ നായർ EMSന്റെ 2ാം മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിയമസഭയിൽ അദ്ദേഹം ഈ ചോദ്യത്തെ നേരിട്ടത്. ആ ചോദ്യം ഇത് സംബന്ധിച്ച് ലോ അക്കാദമി സ്ഥലം കൊടുത്തത് സംബന്ധിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിന് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി MN പറഞ്ഞ മറുപടി ഇതാണ്. ലോ അക്കാദമി എന്ന് പറയുന്നത് ഒരു പ്രത്യേകം വ്യക്തിയുടെ വകയല്ല. അതിലെ ചീഫ് പേട്രൺ ബഹുമാനപ്പെട്ട ഗവർണർ ആണ്. പേട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും അതിലംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിലംഗങ്ങളായിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു അക്കാഡമിക്കാണ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. അതിലൊരു സാങ്കേതിക ന്യൂനത, അതിൽ ഒരു സാങ്കേതികത റവന്യൂ മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ശരിയായിരിക്കും. ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അന്നത്തെ റവന്യൂ മന്ത്രിയെ, അതായത് CPMകാരിയായ ഗൗരിയമ്മയെ ഇരുട്ടത്ത് നിർത്തിയാണ് MN ഗോവിന്ദൻ നായർ ഇവർക്ക് ഭൂമി കൊടുത്തതെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കേണ്ടതും CPI അല്ലേ? ഇല്ലില്ല, അത് ആ ട്രസ്റ്റ് കാലക്രമത്തിൽ എങ്ങനെ രൂപം വന്നു? ഒരു ട്രസ്റ്റിന് കൊടുക്കുന്ന കാലത്തെ ഭരണാധികാരി തന്നെ എല്ലാ കാലത്തും ആയിക്കൊള്ളണമെന്നില്ല. അവരെ ജനറൽ ബോഡി അതൊക്കെ ഉണ്ട്. അതെല്ലാം നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കണം. അത് നിയമാനുസൃതമാണ് അല്ലെങ്കിൽ അതിനെതിരായി ഗവൺമെന്റിന് നടപടിയെടുക്കാൻ പറ്റും. അതിനെതിരായി ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. പക്ഷെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും മുൻകാലങ്ങളിൽ കൊടുത്ത ഭൂമി ഏതാവശ്യത്തിനാണോ കൊടുത്തത് ആ പർപ്പസ് നിറവേറ്റിയില്ല എങ്കിൽ തിരിച്ചെടുക്കാൻ അവകാശം സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കൊടുത്ത പർപ്പസ് സർവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കമില്ല. സർക്കാരിന് വേണമെങ്കിൽ ഇപ്പോഴും തിരിച്ചെടുക്കാവുന്നതാണ്. എന്താണ് ആ ഭൂമി പ്രശ്നം എന്ന് ഇതുവരെ കൃത്യമായി ആരും പറഞ്ഞില്ല. അവിടെ ഭൂമിയുണ്ട്, അത് പിടിക്കുമോ, അത് തിരിച്ചെടുക്കുമോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. തിരിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഏത് ഭൂമിയാവണം, ഏതെല്ലാം സാഹചര്യത്തിൽ തിരിച്ചെടുക്കേണ്ട ഭൂമിയുടെ സ്വഭാവമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെ എടുത്തു ചാടി അത് എടുക്കില്ല എന്നൊന്നും പറയാൻ ഞാനില്ല. അത് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടുത്തെ ഭൂമി എങ്ങനെയാണുള്ളത്, ഭൂമിയുടെ ആണോ വിഷയം? അവിടെ തുടങ്ങിയെന്താ? ഭൂമിയല്ലല്ലോ അവിടെ വിഷയം. ഇപ്പം പറഞ്ഞു ഭൂമിയിൽ എത്തിച്ചല്ലേ. ഇതാരാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ ചന്ദ്രശേഖരൻ, ഇന്നത്തെ റവന്യൂ മന്ത്രി, MNന്റെയും കാനത്തിന്റെയും പാർട്ടിക്കാരൻ. ഇതിപ്പോ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭൂമിയല്ല. ഇത് സർക്കാർ ഈ സ്ഥാപനത്തിന് നൽകിയതാണ്. ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ക്യാബിനറ്റുമാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത്. മൂന്നാറിലെ തോട്ടമുടമകളുടെ ഭൂമി സംബന്ധിച്ചിടത്തോളം അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, അതിനെതിരെ നടപടി സ്വീകരിക്കാനും കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിനൊക്കെ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ. മൂന്നാറിലെ തോട്ടമുടമകളുടെ നേരെ നടപടിയെടുക്കാൻ ധൈര്യം കാണിച്ച ഇടതുമുന്നണി എന്ന് പറഞ്ഞാൽ അത് VSന്റെ ഇടതുമുന്നണിയല്ലേ? അതെ, ആവശ്യത്തിലേറെയുള്ള ഭൂമി തിരിച്ചെടുക്കണം. ഗവൺമെന്റ് ഭൂമിയാണത്. ഇത് വിദ്യാർത്ഥി പ്രശ്നം മാത്രമാണോ, അല്ലെ പൊതുപ്രശ്നമാണല്ലോ അത്? ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പുതിയ വിഷയങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള രൂപരേഖ പുറത്തു വരുന്നത് ഈ അടുത്ത കാലത്താണ്. നമുക്കൊക്കെ അറിയാത്ത ഒരുപാട് വിഷയങ്ങളാണ് 68ലെ കാര്യം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ 68ൽ ഗവർണർ പേട്രനായി ഉള്ള സംവിധാനത്തിന്
അനുവദിച്ച ഭൂമി എങ്ങനെ ഈ നിലയിലെത്തി, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്, ഗൗരവമായി അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. സർക്കാർ അത് അന്വേഷിക്കണം. ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനും KPC പ്രസിഡന്റും പറഞ്ഞതാണ് 10 ഏക്കറയിലും തിരിച്ചെടുക്കുക. പേരുക്കട ജംഗ്ഷനിലാണെങ്കിൽ വികസനം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സ്ഥലം കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ അണ്ടർ ബൈപ്പാസ് വരാൻ പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ കേന്ദ്ര യൂണിവേഴ്സിറ്റി വന്നു, സ്ഥലം വേണമെന്ന് പറഞ്ഞു. കൊടപ്പനക്കുന്നിലുള്ള മറ്റേ കലക്ട്രേറ്റിലുള്ള ഒരു 5 ഏക്കറാണ് കൊടുത്തുള്ളത്. ഒരു 10 ഏക്കറെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ക്യാമ്പസ് ഇവിടെ തലസ്ഥാനത്ത് പണിയാൻ നോക്കും. ഇവിടെ പല ഡെവലപ്മെൻറ്റും സ്ഥലമില്ലാത്ത പ്രശ്നമാണ് തിരുവനന്തപുരം സിറ്റിയിലുള്ളത്. ആ സിറ്റിയുടെ ഒരു കണ്ണായ ഭാഗത്താണ് ഈ 3 ഏക്കർ കഴിഞ്ഞ് ബാക്കി 10 ഏക്കർ ഏറ്റെടുത്താൽ ഒരുപാട് വികസന കാര്യങ്ങൾക്ക് ആ ഭൂമി വിനിയോഗിക്കും. ഇതെല്ലാം കഴിഞ്ഞാലാണ് നിങ്ങളിപ്പോൾ വെറുതെ ഭൂമി ഭൂമി എന്ന് ചോദിക്കുന്നത്. ഭൂമിയുടെ കാര്യം വേറെയാണ്, കോളേജാണ് വിഷയം, കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനമാണ് വിഷയം, അല്ലേ? ലക്ഷ്മി കൊച്ചമ്മയുടെ കാര്യം പോലെ തന്നെ ഭൂമിയുടെ കാര്യവും സുരക്ഷിതമായ സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു. അതു കഴിഞ്ഞാൽ കാര്യത്തിന്റെ കാതൽ കാണാം.